ഷൂട്ടിംഗ് തുടങ്ങി ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ കുഞ്ചാക്കോ ബോബന് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പിനേഷൻ അതിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ സീനും കോമ്പിനേഷനാണ്. വീണ്ടും പാക്കപ്പ് ചെയ്തു. അടുത്ത ഷെഡ്യൂൾ വന്നു. ചാക്കോന് ചിക്കൻ ബോക്സ് മാറി എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയസൂര്യക്ക് ചിക്കൻ ബോക്സ്. അങ്ങനെ എല്ലാവർക്കും ഭ്രാന്തായി. പൃഥ്വിരാജിനപ്പോൾ ടെൻഷൻ, ഇനി അടുത്ത എനിക്കായിരിക്കും എന്നുള്ളൊരിത്. ഭാവനയുടെ ക്ലാപ്പ് കൊടുത്തിട്ടുണ്ട്, ക്ലാപ്പ് ഭാവന കൊടുത്തോളണം. അത് ദാസേട്ടനെ പോലെ ഒരു സിംഗറുടെ പാട്ടിൻ്റെ ഒരു കൂവല് കിട്ടുകയെന്ന് പറയുമ്പോൾ എനിക്കത് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു. കറുപ്പിനഴവ് എന്നുള്ള പാട്ട് ഫുള്ളായിട്ട് അവിടെ എടുത്ത്. അപ്പോൾ ഇവർ അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ പാട്ട് ആഗ്രഹമൊക്കെ സെറ്റ് ചെയ്ത് പാട്ടിട്ട് കറുപ്പിനഴക് എന്ന് പറഞ്ഞിട്ട് ഡാൻസ് തുടങ്ങും. ഞാൻ അവിടെ നിന്നിട്ട് ഓൾറെഡി സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് നിൽക്കുമ്പോൾ അവിടെ നിന്നിട്ട് വയലിൻ വായിക്കുന്ന ഒരു കക്ഷി ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ ഇൻസ്ട്രുമെൻറ്റ് അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട്, നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രീഡം നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ നിങ്ങൾ മൊസാട്ടിന് ഇങ്ങനെ അവമാനിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിറം നമ്മൾ തുടങ്ങിയ സിനിമകൾ കഴിഞ്ഞപ്പോൾ മിക്കവാറും എല്ലാ പ്രൊഡ്യൂസേഴ്സും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, നമുക്കൊരു ക്യാമ്പസ് സിനിമ ചെയ്യണം, യൂത്തിൻ്റെ അടിപൊളി സിനിമ, അതിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടു ഞാൻ എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ എനിക്ക് അങ്ങനെ ക്യാമ്പസ് സിനിമകൾ ചെയ്യാൻ വലിയൊരു താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ സാമ്പത്തിക വിജയം, ഒരു സിനിമ കമേഴ്ഷ്യലി ഹിറ്റാവാൻ അത്തരം ഘടകങ്ങൾ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും സൂപ്പർ ഹിറ്റായ മറ്റൊരു സിനിമയാണ് സ്വപ്നക്കൂട്. സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമ ഉണ്ടായി വന്നത് ഇതേപോലെ ക്യാമ്പസ് സിനിമ അതല്ലെങ്കിൽ യൂത്തിൻ്റെ സിനിമ എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു ക്യാമ്പസ് വേണ്ട. ഇപ്പം നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കോളേജുകളും അവിടുത്തെ യൂത്തിൻ്റെ കഥ പറയണ്ട എന്ന് ആദ്യമേ തീരുമാനിച്ചു. ഞാനും ഇക്ബാൽ കുറ്റിപ്പുറം കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതിയത്. അപ്പോൾ ഗ്രാമഫോൺ എന്ന് പറയുന്ന സിനിമ അതിന് തൊട്ട് മുമ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ ക്യാമ്പസ് സിനിമയെക്കുറിച്ചുള്ള വീണ്ടും ഉള്ള ചർച്ചകൾ വന്നത്. അപ്പോഴേക്കും നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു, അത് വലിയ വിജയമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലുള്ള സിനിമ എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഒരു ഗൾഫ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് എൻ്റെ നാട്ടുകാരനായ സിദ്ദീഖ് ആകശ്ശേരി എന്ന് പറഞ്ഞിട്ട്. ഞാൻ കൊച്ചാന്നാണ് വിളിക്കുക, എന്നെക്കാളും മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനിയന്മാരാണ് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളത്. പക്ഷേ എനിക്ക് അത്രമാത്രം ആത്മബന്ധമുള്ള ഒരാളാണ് സിദ്ദീഖ് ആകശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷാർജയിലാണ് അദ്ദേഹം, വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വില്ലയിൽ, അദ്ദേഹം ഒരു വില്ലയിലാണ് അവിടെ താമസിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരാളെ പരിചയപ്പെടുത്തി. അത് വൈശാഖ രാജൻ എന്ന് പറഞ്ഞിട്ട്, പിന്നീടാണ് വൈശാഖ രാജനായത്. രാജൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് അവിടുത്തെ. പരിചയപ്പെടുത്തി രാജനൊരു സിനിമ എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ വേറെ ഒരു പ്രൊഡ്യൂസർക്ക് ഇങ്ങനെ ഒരു ക്യാമ്പസ് സിനിമ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജൻ, അപ്പോൾ സിദ്ദീഖ് എൻ്റെ അടുത്ത് പറഞ്ഞു, രാജൻ ഇമ്മീഡിയറ്റായിട്ട് പടം ചെയ്യണം, കമലിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം, അപ്പോൾ അത് നീ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജൻ പറഞ്ഞു സിദ്ദീഖ വരും, ലൊക്കേഷനിലുണ്ടാവും, സിദ്ദീഖക്കും സിനിമയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സിദ്ദീഖയും രാജനും കൂടി നാട്ടിൽ വരികയും രാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ആ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഞാനും ഇക്ബാൽ കുറ്റിപ്പുറമുണ്ട്, ഞങ്ങളിങ്ങനെ ഈ സ്വപ്നക്കൂടിൻ്റെ ഒരു ആശയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് രാജന് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്കത് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കോസ്റ്റ് വരും, അത്യാവശ്യം ചിലപ്പോൾ വിദേശത്തൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്, നമ്മൾ അങ്ങനെയാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാജൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതിൻ്റെ സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ അപ്കമിങ് ഹീറോസ് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മൾട്ടി സ്റ്റാർ, ഒരു യൂത്ത് മൾട്ടി സ്റ്റാർ സിനിമ എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് ആലോചിച്ചത്. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഓഫ് കോഴ്സ് നമുക്കറിയാം, അപ്പോൾ വലിയ സ്റ്റാർ തന്നെയാണ് അദ്ദേഹം. പൃഥ്വിരാജ്, രാജും അപ്പോൾ നന്ദനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്റ്റാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ജയസൂര്യൻ, അപ്പോൾ ജയസൂര്യൻ 1-2 പടത്തിലെ ഹീറോ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ 3 പേരുടെ ഒരു കോംബോ, അതുപോലെ തന്നെ 2 ഹീറോയിൻസ് അതിൽ വരുന്നുണ്ട്. അതൊന്ന് മീര ജാസ്മിനാണ്. മീര ജാസ്മിൻ ഇപ്പോൾ ഗ്രാംഫോണിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സിനിമയാണ്. നമ്മളിൽ വന്ന ഭാവന, നമ്മളിലാണ് ഭാവന ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ മീര ജാസ്മിനും ഭാവനയും ഇവർ 3 ഹീറോസും 5 പേരുടെ ഒരു കോംബോയിലാണ് ആ കഥ നമ്മൾ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ആ കഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു ഫുൾ ലെങ്ത് ക്യാമ്പസ് അല്ല, ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു കഥയായിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ്, കേരളത്തിന് പുറത്ത് ഉള്ള ഒരു സ്ഥലത്ത് കാറ്ററിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ലൈഫാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ തിരഞ്ഞെടുത്തത് പോണ്ടിച്ചേരിയാണ്.
പോണ്ടിച്ചേരിയിൽ അങ്ങനെ മലയാളം പടങ്ങളധികം ആ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ലോഹിദാസ് ഡയറക്റ്റ് ചെയ്തിട്ട് ലാൽ അഭിനയിച്ച ഒരു സിനിമ മാത്രമാണ് അവിടെ ഷൂട്ട് ചെയ്തത്. അത് വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ പോണ്ടിച്ചേരിയിൽ ഷൂട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അവിടെ പോകുന്നു, ലൊക്കേഷൻ കാണുന്നു. അപ്പോൾ അവിടെ ഒരു പഴയ ഒരു വീട് ഹോട്ടലായിട്ട് നടത്തുന്ന അതാണ് ഇപ്പോൾ ഈ ഇവരുടെ ക്യാരക്ടേഴ്സ് മീരയുടെയും ഭാവനയും അവിടെ താമസിക്കാൻ വരുന്ന ഈ ചെറുപ്പക്കാരായിട്ടുള്ള 3 പേരും അവർക്കിടയിലുണ്ടാകുന്ന റിലേഷൻഷിപ്പും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രണയവും പ്രണയനൈരാശ്യവും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയാണ്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതിൻ്റെ ബിഗിനിങ് പോർഷൻസൊക്കെ ഭയങ്കര അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള സംഭവമാണ്. പിന്നീട് ഓഫ് കോഴ്സ് എൻ്റെ മറ്റെല്ലാ സിനിമകളെ പോലെ തന്നെ അതിൻ്റെ ഇമോഷണൽ പാർട്ടൊക്കെ ആ സിനിമയിലുണ്ട്. അപ്പോൾ നമ്മളുടെ പാട്ടുകൾ ചെയ്തത് കൈതപ്രവും മോഹൻ സിതാരയാണ്. പാട്ടുകളെല്ലാം വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ അതേ കോമ്പിനേഷനിൽ തന്നെ നമ്മൾ കൈതപ്രവും മോഹൻ സിതാര എന്നുള്ള രീതിയിൽ ആദ്യം ആലോചിച്ചു. അപ്പോൾ മോഹൻ സിതാര നമ്മൾ ചെയ്തപ്പോൾ രാക്ഷസി എന്നുള്ള പാട്ടൊക്കെ വലിയ ഹിറ്റായി യൂത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അതുപോലൊരു പാട്ട്, അപ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ചു അങ്ങനെ ഒരു പാട്ട് വെച്ച് സിനിമ തുടങ്ങാം. അപ്പോൾ ചില ഹിന്ദി സിനിമയിലൊക്കെ അങ്ങനെയുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിനും പ്രധാന ക്യാരക്ടേഴ്സൊക്കെ വരുന്ന ഒരു പാട്ട് സീനിൽ കൂടെ സിനിമ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ആലോചിച്ചത്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷനൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് സിറ്റുവേഷനൊന്നുമില്ല, ഒരു അടിച്ചുപൊളി പാട്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ മോഹൻ സിതാര ഉണ്ടാക്കിയ പാട്ടാണ് കറുപ്പിനഴക് വെളുപ്പിനഴക് എന്ന് പറഞ്ഞിട്ട് ഉള്ള പാട്ട്. അപ്പോൾ അത് അന്നത്തെ ഒരു ട്രെൻഡി സോങ് ആയിരുന്നു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഓഡിയോ അതിൽ ഹിറ്റായൊരു പാട്ടാണത്. അപ്പോൾ അത് മോഹൻ സിതാര ആ സ്റ്റൈലിൽ അത് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയിലൊക്കെ ആ സമയത്തൊക്കെ പൊതുവെ വെളുപ്പിനഴക് കറുപ്പിനഴകെന്ന് എഴുതുള്ളൂ. വെളുപ്പാണല്ലോ എല്ലാവർക്കും ഭയങ്കര സംഭവം. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ അത് പൊളിച്ചു. അപ്പോൾ കൈതപ്പുറം പറഞ്ഞാൽ നമുക്ക് അത് വേണ്ട, കറുപ്പിനാണ് കൂടുതലഴക് എന്നുള്ള രീതിയിൽ തുടങ്ങാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനൊരു പഞ്ചും ഉണ്ടായിരുന്നു, കറുപ്പിനഴക് എന്ന് വെച്ചിട്ടാണ് ആ പാട്ട് തുടങ്ങുന്നത്. പിന്നീട് അതിൻ്റെ ചരണത്തിലൊക്കെ തന്നെ വളരെ രസകരമായിട്ടുള്ള ട്യൂണും അതുപോലെ തന്നെ ലിറിക്കൊക്കെ തന്നെയായിരുന്നു അതിനുണ്ടായിരുന്നത്. അങ്ങനെ പാട്ട്, പിന്നെ അതിലെല്ലാ പാട്ടിൻ്റെ കമ്പോസിങ് എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു. ഇഷ്ടമല്ലട എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, അന്ന് ഹിറ്റായ ഒരു പാട്ടാണ്. അത് സത്യത്തിൽ ആ രീതിയിലുള്ളൊരു ഒരല്പം എന്താ പറയുക വെളുപ്പെന്ന് തോന്നാവുന്ന ലിറിക്കൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ആക്ച്വലി ആ പാട്ടിൻ്റെ ആദ്യ ട്യൂൺ എന്ന് പറയുന്നത് ട്യൂൺ വളരെ മെലോഡിയസ് ആയിട്ടുള്ള ട്യൂണാണ്. അപ്പോൾ ഒരു പൂ മാത്രം ചോദിച്ചു എന്ന് പറഞ്ഞൊരു പാട്ട് അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് ഈ ട്യൂൺ ഇട്ടത് ആദ്യം. അപ്പോൾ ഈ ട്യൂണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടമല്ലടാ കുറച്ചും ഒരു വേറെ രീതിയിലുള്ളൊരു ഫാസ്റ്റ് സോങ്ങാണ് ആലോചിച്ചത്. പക്ഷേ ഈ പാട്ട് ഈ ട്യൂൺ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കൈതപ്പുറം പറഞ്ഞു, ഞാൻ അതിന് ഈ സിറ്റുവേഷനിലുള്ള ലിറിക്ക് എഴുതിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് മെലഡി അല്ലേ, അതിപ്പോൾ നമുക്കത് വേറെ സിറ്റുവേഷൻ അല്ല, ആ സിറ്റുവേഷൻ നമുക്ക് വേറെ പാട്ട് മോനുണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൈതപ്പുറം ഇഷ്ടമല്ലടാന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് തുടങ്ങിയത്. അപ്പോൾ വർത്തമാനം പറഞ്ഞ മാതിരിയുള്ള ചില വാക്കുകളൊക്കെ വെച്ചിട്ടുള്ള പാട്ടാണ്. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടംപോലെ മലയാള സിനിമയിൽ കാണാൻ കഴിയും. ആ കാലത്ത് അങ്ങനെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് വേണമെങ്കിൽ തോന്നാവുന്ന രീതിയിലുള്ളൊരു ലിറിക്കൊക്കെ ആയിട്ടുള്ളൊരു പാട്ടാണെന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ എല്ലാ പാട്ടും ആൾക്കാർ വളരെയധികം ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഒരു പൂ മാത്രം ചോദിച്ചു എന്നുള്ള പാട്ട്, അങ്ങനെ എല്ലാ പാട്ടുകളും അതിൽ മോഹൻ സിതാരയുടെ നല്ല പാട്ടുകളായിരുന്നു. പാട്ടിൻ്റെ കമ്പോസിങ് കഴിഞ്ഞു, പോണ്ടിച്ചേരിയിലെ ലൊക്കേഷൻ. അപ്പോൾ ഈ 3 പേരുടെ ഒരുമിച്ച് ഡേറ്റ് ഹീറോസിൻ്റെ, അതുപോലെ തന്നെ മീര എന്ന് വലിയ ബിസി ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. കമ്പാരിറ്റീവ്ലി എത്ര തിരക്കില്ലെങ്കിലും ഭാവനയ്ക്കും പടങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. ഞങ്ങളവിടെ വന്ന് പിന്നെ കൊച്ചിൻ അനീഫുണ്ട്. കൊച്ചിൻ അനീഫ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സ്റ്റാഴ്സൊക്കെ ആയിട്ട് ഞങ്ങളവിടെ പോണ്ടിച്ചേരിയിൽ വന്ന് ഷൂട്ടിംഗ് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദർ കുറച്ച് അസുഖമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ചയായിട്ടുണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഡോക്ടേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നോട് വരണം എന്നുള്ള രീതിയിൽ അത്രയും സീരിയസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. എൻ്റെ ഫാദർ അതിൻ്റെ അടുത്ത ദിവസം മരിച്ചു. അപ്പോൾ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നു. എനിക്ക് പിന്നെ പെട്ടെന്ന് ഷൂട്ടിങ്ങിന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് ഏകദേശം ഒരു മാസം ആവാറായപ്പോഴാണ് വീണ്ടും ഇവരെയൊക്കെ ഡേറ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ ചെന്ന് ഷൂട്ടിംഗ് തുടങ്ങി ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ കുഞ്ചാക്കോ ബോബന് ചിക്കൻ ബോക്സ് വന്നു. അത് എവിടെ നിന്നാണ് ഈ ചിക്കൻ ബോക്സ് കിട്ടിയെന്ന് ചാക്കോനും അറിയില്ല, ആർക്കും അറിയില്ല. അങ്ങനെ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പിനേഷൻ അതിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ സീനും കോമ്പിനേഷനാണ്. വീണ്ടും പാക്കപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ വൈശാഖരാജന് ആകെ ടെൻഷനായി. കാരണം ആദ്യം എൻ്റെ ഫാദർ മരിച്ചിട്ട് ബ്രേക്കായി, പിന്നെ ഇപ്പോൾ കുഞ്ചാക്കോ പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് നമുക്ക് ഒന്ന് പോണ്ടിച്ചേരിക്ക് ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ ചെന്നൈ ചെന്ന് അവിടെ നിന്ന് പിന്നെ ട്രാവൽ ചെയ്തിട്ടൊക്കെ ചെന്നിട്ട് വേണമല്ലോ.
ഇതിനിടയിലാണ് ഞങ്ങൾ വേറൊരു സംഭവം തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജിന് താല്പര്യം കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ സോങ്സ് നമുക്ക് യൂറോപ്പിൽ ഷൂട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. 1-2 സീനുകളും ബാക്കി സോങ്സ് എല്ലാം യൂറോപ്പിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ യൂറോപ്പിലെ പല കൺട്രിയിലായിട്ട്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ അതിങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ അടുത്ത ഷെഡ്യൂൾ വന്നു. ചാക്കോന് ചിക്കൻ ബോക്സ് മാറി, എല്ലാം കഴിഞ്ഞു. ഭാഗ്യത്തിന് മുഖത്തധികം പാടമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയസൂര്യക്ക് ചിക്കൻ ബോക്സ്. കാരണം ചാക്കോൻ്റെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് നടന്നിട്ട് ജയസൂര്യക്ക് ചിക്കൻ ബോക്സ്. അങ്ങനെ എല്ലാവർക്കും ഭ്രാന്തായി. കാരണം എന്താ വെച്ചാൽ ഇനി ആർക്കാണ് ചിക്കൻ ബോക്സ് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ വീണ്ടും ബ്രേക്ക് ചെയ്തു. അങ്ങനെ മൂന്നാമതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ, പിന്നെ സിനിമയിൽ ഒരുപാട് വിശ്വാസം ഉണ്ടാവുമല്ലോ, പലരും പല കാര്യങ്ങളും പറയാൻ തുടങ്ങി. അപ്പോൾ വൈശാഖ രാജിന് ടെൻഷനായി. ആരൊക്കെയോ പോയി കാണലും കാര്യങ്ങളും, എന്ത് സമയദോഷമാണോ, അതുപോലെ തന്നെ രാശിയില്ലായ്മയാണോ, ഈ സിനിമയുടെ രാശിയില്ലായ്മയാണോ, ലൊക്കേഷൻ്റെ, അന്ന് എല്ലാവരും പറയുന്നത് ചില ലൊക്കേഷന് രാശിയില്ല, അതുകൊണ്ടാണ് ഷൂട്ടിംഗ് നിന്നുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോണ്ടിച്ചേരിയിൽ നിന്ന് ലൊക്കേഷൻ മാറ്റണം എന്നുള്ള ചർച്ചകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പ്രൊഡ്യൂസർ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, കമൽ കണ്ടെത്തിയ ലൊക്കേഷനിൽ തന്നെ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ലൊക്കേഷൻ മാറ്റുന്ന പ്രശ്നം ഉദിക്കണില്ല, കാരണം ഈ കഥ നടക്കുന്നത് പോണ്ടിച്ചേരി, അപ്പോൾ പോണ്ടിച്ചേരി തന്നെ ഷൂട്ട് ചെയ്യും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ജയസൂര്യയുടെ ചിക്കൻ ബോക്സ് മാറി. ജയസൂര്യയുടെ ചിക്കൻ ബോക്സ് മാറി വന്നപ്പോൾ ഇനി പൃഥ്വിരാജിനപ്പോൾ ടെൻഷൻ, ഇനി അടുത്ത എനിക്കായിരിക്കും എന്നുള്ളൊരിത്. കാരണം ഇനി ഹീറോസിൽ രാജുവിന് മാത്രം വരാൻ ബാക്കിയുള്ളൂ. പക്ഷേ ഭാഗ്യത്തിൽ രാജുവിനും വന്നില്ല, പിന്നെ ആർക്കും വന്നില്ല. പിന്നെ അടുത്ത ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടന്നു, ഷൂട്ടിംഗ് ഇതായി. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ 3 ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഒരുമിച്ചുള്ള താമസവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ വേറെ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നത് നമ്മളിൽ നൂലുണ്ടയുടെ റോൾ നൂലുണ്ട എന്നുള്ള ക്യാരക്ടർ ചെയ്ത വിജീഷാണ്. വിജീഷും ഇവിടെ ഇതിലും നല്ല റോളുണ്ട്. അങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ, എന്നാൽ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൊരു സിനിമയേ അല്ല അത്. അതിൽ എനിക്ക് അത് കൗതുകം തോന്നിയെന്ന് വെച്ചാൽ മറ്റേ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണ്, കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ക്യാരക്ടറാണ് കാഞ്ഞിരപ്പള്ളി അച്ചായനായിട്ട്. അപ്പോൾ അങ്ങനെ പൃഥ്വിരാജ് വളരെ ഫ്ലെക്സിബിളായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമറൊക്കെ ഉള്ളൊരു ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ല അന്ന്. അപ്പോൾ പക്ഷേ പൃഥ്വിരാജ് ഭയങ്കര രസമായിട്ട് ആ റോള് ചെയ്യുകയും ചെയ്തു. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ജയസൂര്യ ഓഫ് കോഴ്സ്, ജയസൂര്യയുടേതായ കോമഡി കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ ഉള്ള ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നല്ലോ. കുഞ്ചാക്കോ ബോബൻ ഓഫ് കോഴ്സ്, കാരണം ചാക്കോൻ്റേതായ രീതിയിലുള്ളൊരു പ്രണയവും ഒക്കെ ഉള്ളൊരു കാമുകൻ, കാമുകൻ നിരാശ ഒക്കെ അല്പമുള്ള ഒരു കാമുകൻ തന്നെയായിട്ടായിരുന്നു ചാക്കോ അതിലുണ്ടായിരുന്നത്. പിന്നെ അതിൽ മീരയും ഭാവനയും തമ്മിലുള്ള, ചേച്ചി അനിയത്തി തമ്മിലുള്ള ആ കോംബോം രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വളരെ ഡീപ്പായിട്ടുള്ളൊരു പ്രണയം ഉണ്ടെന്നുള്ളതാണ് ആ കഥയിൽ. അതുകൊണ്ടാണ് ആ സിനിമ യൂത്ത് ഏറ്റെടുത്ത്, യൂത്ത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. ഞങ്ങൾ ഇവിടുത്തെ സീൻസെല്ലാം, പോണ്ടിച്ചേരിയിലെ സീൻസെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വിദേശത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വിദേശത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് ഈ 5 പേരുണ്ട്. 5 പേരുടെ ഏകദേശം 5 പാട്ടുകൾ നമ്മളവിടെ ഷൂട്ട് ചെയ്യണം. മിക്കവാറും ഇല്ല, ഇപ്പോൾ കറുപ്പിനഴവ് എന്നുള്ള പാട്ട് ഫുള്ളായിട്ട് അവിടെ എടുത്ത്, ചില ഷോട്ട്സ് മാത്രമാണ് പോണ്ടിച്ചേരിയിലുള്ളത്. ബാക്കി ഒരു പൂ മാത്രം ചോദിച്ചു, പിന്നെ മലർക്കിളിയുടെ എന്നുള്ളൊരു പാട്ടുണ്ട്, അതെല്ലാം അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം കോസ്റ്റ്യൂംസും വേണം. ഇവരുടെ 5 പേരുടെ കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ ഷൂ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊരു 5 പെട്ടിയുണ്ട്, വലിയ ട്രങ്ക് മാതിരിയുള്ള പെട്ടിയാണ്. അപ്പോൾ കോസ്റ്റ്യൂം അന്ന് ഈ SB സതീഷനാണ് അതിൻ്റെ കോസ്റ്റ്യൂമർ. അദ്ദേഹം നല്ല തിരക്കുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ പുള്ളിക്ക് വേറെ ഏതൊരു പടത്തിൻ്റെ തിരക്കായിട്ട് പുള്ളിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത് പുള്ളിയുടെ അസിസ്റ്റൻറ്റ് അനിയെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻ്റാണ് കോസ്റ്റ്യൂമറായിട്ട് വന്നത്. അപ്പോൾ ഈ 5 വലിയ ട്രങ്കും കൊണ്ടുവന്നിട്ട്, പെട്ടിയും കൊണ്ടുവന്നിട്ടാണല്ലോ ലൊക്കേഷൻ, ഓരോ ലൊക്കേഷനിൽ കൊണ്ട് കിടക്കണമല്ലോ. അപ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇതെല്ലാം കൂടി കയറ്റി, ഞങ്ങളൊരു ടെമ്പോ മാതിരിയുള്ള ഇതിലാണ്, ഒരു ട്രാവലറിലാണ് ഞങ്ങൾ ഓരോ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അവിടെ ഓരോരുത്തർക്കും തനി കാറൊന്നുമില്ല, അവിടെ ക്യാരവനും ഇല്ല, അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ഈ ട്രാവലറിൽ ഒരുമിച്ച് പോകും ഏതെങ്കിലും സ്ഥലത്ത്. അപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ലൊക്കേഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ പാർക്കിംഗ് എന്ന് പറയുന്നത് കുറേ ദൂരെ ആയിരിക്കും. അപ്പോൾ ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ അപ്പുറത്തായിരിക്കും പാർക്കിംഗ്. നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് പാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ട്രാവലറിൽ മറ്റേ ബാഗുകളൊക്കെ ആയിട്ട് അവിടെ ആയിരിക്കും നിൽക്കുക. ഡ്രസ്സ് മാറാനായിട്ട് ഈ ആർട്ടിസ്റ്റ് അവിടെ നിന്ന് ഡ്രസ്സ് മാറി നടന്നു വരിക, ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചുമക്കാന്നൊക്കെ പറയുന്നത് വലിയ പാടാണ്. അപ്പം ഞങ്ങൾ സെറ്റിലെല്ലാവരും ഞങ്ങളൊക്കെ തന്നെയാണ് ഇത് ചുമക്കുന്നതെന്നുള്ള ഡ്രസ്സ്. അത് ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അങ്ങനെയായിരുന്നു. അപ്പോൾ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരുന്നിരുന്നത് ഭാവനയായിരുന്നു. ഭാവനയുടെ ക്ലാപ്പ് കൊടുത്തിട്ടുണ്ട്,
ക്ലാപ്പ് ഭാവന കൊടുത്തോളണം. അപ്പോൾ ഈ പാട്ട് അന്ന് ഈ നമ്മളിപ്പോഴത്തെ മാതിരി മൊബൈലിലൊന്നും പാട്ടിട്ടുള്ള ഷൂട്ടിംഗ് പരിപാടിയൊന്നും അന്നില്ല. ഇന്ന് ആഗ്രയിലാണ് പാട്ട്. അപ്പോൾ ഈ നാഗരം ഓപ്പറേറ്റ് ചെയ്യണം, അതിനനുസരിച്ച് ലിപ്പ് കൊടുത്താൽ മാത്രമേ നോൺ സിങ്ക് ആവാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ നാഗരം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വേറെ എക്സ്ട്രാ ആളൊന്നും കൊണ്ടുപോയിട്ടില്ല. അതെൻ്റെ അസോസിയേറ്റ് ആയ സലീം പടിയത്ത് മാത്രം അസോസിയേറ്റ് ആയിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. അസിസ്റ്റൻസ് വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ സലീം പടിയത്തിനാണ് ഈ നാഗരം ഓപ്പറേറ്റ് ചെയ്യണം. അത് കൊണ്ട് നടക്കുക, അതിൻ്റെ സ്പീക്കറും ഉണ്ട്. ഇതൊരു വലിയ ജോലിയാണ്, ഇത് കൊണ്ട് ഇങ്ങനെ ഓരോ ലൊക്കേഷനിലേക്കും ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ പല സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഓസ്ട്രിയയിൽ കുറേ സ്ഥലത്ത് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രിയയുടെ തന്നെ വേറൊരു ടൗണായിട്ടുള്ള സാൽസ്ബർഗ്, അവിടെ ഷൂട്ട് ചെയ്യാം. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വാലീസൊക്കെ ഉള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൗണാണ്. അവിടെയാണ് മൊസാട്ട് ജനിച്ചത്. മൊസാട്ടിൻ്റെ ഹോം ടൗണാണ് ഈ സാൽസ്ബർഗ് എന്നുള്ളത്. ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യാൻ ചെന്ന് ഒരു സ്ട്രീറ്റിൽ, അപ്പം നമ്മൾ ലൊക്കേഷൻ്റെ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാം മൊസാട്ട് ജനിച്ച സ്ട്രീറ്റാണെന്നൊക്കെ നമുക്കറിയാം. സംഗീതത്തിൻ്റെ എന്താണ് കുലഗുരു എന്നൊക്കെ പറയുന്നത്, കുലപതി എന്നൊക്കെ പറയുന്ന ആളാണല്ലോ മൊസാട്ട്. നമ്മളവിടെ സ്ട്രീറ്റിൽ ചെന്നപ്പോൾ അതിമനോഹരമായ സ്ട്രീറ്റ്, നമുക്ക് അവിടെ ഷോട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷോട്ട് എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ട്രീറ്റ് ഇങ്ങനെ ഉണർന്നു വരുന്നുള്ളൂ. രാവിലെ ഒരു 10:30-11 മണി ആയിട്ടുണ്ടാവും. ആൾക്കാരൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടി നടക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇരുന്നിട്ട് പല ഷോപ്പുകളുടെ മുമ്പിലും പല സ്ഥലത്തായിട്ടിരുന്നിട്ട് ആൾക്കാർ ചിലർ വയലിൻ വായിക്കുന്നുണ്ട്, ചിലർ വേറെ എന്തൊക്കെയോ ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട്. മ്യൂസീഷ്യൻസിൻ്റെ ഒരു സ്ട്രീറ്റാണത്. അപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യണില്ല. ആൾക്കാരെയൊക്കെ നിർത്തുന്നുണ്ട്. ചില ആൾക്കാരോട് നമ്മൾ ഇങ്ങോട്ട് നോക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആസ് യൂഷ്വൽ ഷൂട്ടിങ്ങിൻ്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ഡാൻസ് മാസ്റ്റർ സുജാത എന്ന് പറഞ്ഞിട്ട് ഡാൻസ് മാസ്റ്ററുണ്ട്, അവരുടെ അസിസ്റ്റൻറ്റ് പ്രസന്നൻ, വളരെ ഫേമസ് ആയിട്ടുള്ള കൊറിയോഗ്രാഫറാണല്ലോ പ്രസന്നൻ. അവർ രണ്ടുപേരാണ് പാട്ടിൻ്റെ കൊറിയോഗ്രാഫി ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ പാട്ട് നാഗരയൊക്കെ സെറ്റ് ചെയ്ത് പാട്ടിട്ട് കറുപ്പിനഴകെന്ന് പറഞ്ഞിട്ട് ഡാൻസ് തുടങ്ങും. അത് ഡാൻസ് കമ്പോസ് ചെയ്ത് അത് ആർട്ടിസ്റ്റിനെ കൊണ്ട് പഠിപ്പിക്കുന്നു. ഈ സ്ട്രീറ്റിൽ നമ്മൾ എന്നിട്ട് ഇത് കറുപ്പിനഴകിൻ്റെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്നിട്ട് ഓൾറെഡി സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് നിൽക്കുമ്പോൾ ആക്ച്വലി ആ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസാട്ടിനോടുള്ള ഒരു ഡിവോഷനും ആ മ്യൂസീഷ്യനോടുള്ള എന്താ പറയുക ആരാധന കൊണ്ടും ബഹുമാനം കൊണ്ടും അത്രമാത്രം സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ആൾക്കാർ ഈ മ്യൂസിക്, ഈ വലിയ മ്യൂസീഷ്യൻസൊക്കെ വന്നിട്ട് അവിടെ വന്നിട്ട് മ്യൂസിക്കൊക്കെ വായിച്ചിട്ടൊക്കെ പോകും. ഈ ഓർക്കസ്ട്രയിൽ ഈ വയലിൻ വായിക്കുക അങ്ങനെയൊക്കെ വായിച്ചിട്ട് പോകും. ഈ സിംഫണിയൊക്കെയാണ് വന്നത്, മൊസാട്ടിൻ്റെയൊക്കെ സിംഫണിയൊക്കെയാണ് ഈ വായിക്കണതേ. നമ്മളിതൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കറുപ്പിനിറങ്ങുന്ന പറഞ്ഞ് പാട്ടിട്ടിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഇവർ ഡാൻസ് ചെയ്യുന്നു. 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് വയലിൻ വായിക്കുന്ന ഒരു കക്ഷി ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ ഇൻസ്ട്രുമെൻറ്റ് അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ എം വെരി സോറി, ഇതിവിടെ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രീഡം നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ നിങ്ങൾ മൊസാട്ടിന് ഇങ്ങനെ അവമാനിക്കരുത്. കാരണം അതേപോലെ ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യനെ നിങ്ങൾ ഇങ്ങനെ അവമാനിക്കരുത്. അദ്ദേഹം വിചാരിച്ച് നമ്മളാരും ഈ മൊസാട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ല, അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഐ എം വെരി സോറി, കാരണം ഞാനത് ആലോചിച്ചില്ല. കാരണം എന്താ പറയുക, നമ്മളൊക്കെ അതുപോലെ ആരാധിക്കുന്ന ഈ സ്ട്രീറ്റിൽ കാണാൻ തന്നെ എന്തോരം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ട്രീറ്റാണെന്ന് അറിയാമോ? അത്രമാത്രം വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റും ആ സ്ട്രീറ്റിൽ ഓരോ ഷോപ്പിലും വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ മൊസാട്ടിൻ്റെ വയലിൻ, മൊസാട്ടിൻ്റെ ചെറിയ ചെറിയ പ്രതിമകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. മൊസാട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിയാനോ, ഇതൊക്കെയാണ് ആ സ്ട്രീറ്റിലുള്ള ഷോപ്പുകളിലൊക്കെ ഉള്ളത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭംഗി കണ്ടിട്ട് അവിടെ ഷോട്ട് എടുക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞു, നമുക്ക് നിർത്താം, ഇവിടെ നമ്മൾ എന്തായാലും ഒച്ചപ്പാടും ഉണ്ടാക്കില്ല, നമുക്ക് ഇവിടെ നടക്കുന്ന ഷോട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ നിർത്തി വെച്ചിട്ട് നടക്കുന്ന ഷോട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെയുള്ള എല്ലാ മ്യൂസീഷ്യൻസിൻ്റെ അടുത്തും ചെന്ന് സോറി പറഞ്ഞ് അവരോടൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. എൻ്റെ മനസ്സിലിങ്ങനെ നമ്മളൊരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന് ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നമ്മളെ സംബന്ധിച്ചോളം സിനിമയുടെ അകത്ത് കാണുന്ന ഫ്രെയിം മാത്രമാണ്. ആ സമയം ഒരു സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് അതിൻ്റേതായ ഒരുപാട് എന്താ പറയുക ആത്മബന്ധം ഉണ്ടാവാം. അതല്ലെങ്കിൽ അതുപോലെ അവർ ആരാധിക്കുകയും ഡിവോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇതുണ്ടാവും. സിനിമാക്കാർക്ക് അത്തരം മര്യാദകളൊന്നുമില്ല. അതെനിക്കൊരു പാഠമായിരുന്നു. ഞാനതിങ്ങനെ പിന്നീട് എല്ലാവരോടും പറയാറുണ്ട്. നമ്മൾ എവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്പലത്തിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ സീനൊക്കെ എടുക്കുമ്പോൾ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം, ആ ലൊക്കേഷൻ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം കിട്ടിയ ഒരു അനുഭവമാണ്. അതുപോലെ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ പോയിട്ട് മറ്റേ സ്നോയിൻ്റെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളോട് കാണിച്ചിട്ടുള്ള എന്താ പറയുക ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് തന്നുള്ളൊരു കോപ്പറേഷൻ ഉണ്ട്. ഞാൻ പുറത്തൊക്കെ കുറേ പടങ്ങൾ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പിന്നെ ക്യാമറയിലെ ആൾക്കാർ ഇങ്ങനെ നേരെ നോക്കി നിൽക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. അപ്പോൾ പാട്ടെടുത്ത ഞങ്ങൾ 10-12 ദിവസം അവിടെ ഷൂട്ട് ചെയ്തു ഈ സോങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ. അത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പോണ്ടിച്ചേരിയും അതുപോലെ തന്നെ ഈ യൂറോപ്പിൽ പാട്ടെടുക്കാൻ
അപ്പോൾ അന്നൊരു വലിയ ഒരു വിഷ്വൽ ട്രീറ്റായിരുന്നു, മലയാള സിനിമയെ സംബന്ധിച്ചുള്ള അതൊരു വിഷ്വൽ ട്രീറ്റായിരുന്നു. അതിലെ പാട്ടുകളും ഈ ഫോറിൻ കൺട്രിയുടെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ. അതും ആ പടത്തിൻ്റെ ഒരു കമേഴ്ഷ്യൽ വിജയത്തിന് വലിയ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. ആ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യമുണ്ടായ ഒരു ചെറിയ പ്രശ്നം കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം. അതിൻ്റെ അകത്ത് ഒരു പാട്ടുണ്ട്, ഒരു ദാസേട്ടൻ പാടിയ ലാസ്റ്റ് ഒരു സോങ് ഉണ്ട്. അത് കുറച്ചൊരു പാത്തോസ് ഇതുള്ള സാധനമാണ്. അതിൻ്റെ അകത്ത് ദാസേട്ടൻ്റെ പിച്ചിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അത് കറക്റ്റ് ചെയ്തതാണ് നമ്മളന്ന്. പക്ഷേ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അറ്റ്മോസിലോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മാതിരി സൗണ്ടിന് അത്ര പെർഫെക്ഷൻ പല തിയേറ്ററില്ല. കാരണം അത്ര നല്ല തിയേറ്ററുകളൊന്നും ഇതില്ല. അപ്പോൾ ദാസേട്ടൻ്റെ ഒരു ഹമ്മിങ്ങിൻ്റെ സമയത്ത് ആൾക്കാർ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് കൂവലുണ്ടാക്കി. അതിന് കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷനായിരുന്നു. അത് എനിക്ക് എന്തിനാണ് ആൾക്കാർ തിയേറ്ററിൽ കൂവണമെന്ന് മനസ്സിലാവില്ല. കാരണം സീൻ്റെ കുഴപ്പം കൊണ്ടാണെന്നുള്ള രീതിയിൽ ആദ്യത്തെ 1-2 ദിവസം നമുക്ക് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് സൗണ്ടിൽ വന്ന ഡിസ്ട്രോഷനാണ്. അത് ദാസേട്ടനെ പോലെ ഒരു സിംഗറുടെ പാട്ടിനൊരു കൂവൽ കിട്ടുകയെന്ന് പറയുമ്പോൾ എനിക്കത് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ പിന്നെ മദ്രാസിൽ മോഹൻ സിതാരൻ അത് ഇടപെട്ടിട്ട് മദ്രാസിൽ പോയി രണ്ടാമത് ആ പാട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ തിയേറ്ററിൽ ഇട്ടപ്പോൾ അത് ഓക്കെ ആയിരുന്നു. ചില തിയേറ്ററിലുണ്ടായ പ്രശ്നമാണ്, എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല, ടെക്നിക്കൽ എററായിരിക്കാം. പക്ഷേ അത് സിനിമയെ ബാധിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ 2-3 ദിവസം തിയേറ്ററിൽ കൂവൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മൊത്തത്തിൽ സിനിമയെ അത് ബാധിച്ചു എന്നുള്ളത്. പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. സിനിമയ്ക്ക് പിന്നെ കമേഴ്ഷ്യലായിട്ട് യാതൊരു സംഭവം ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വപ്നക്കൂടും ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും യൂത്ത് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പുറകെ. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങി. നമ്മൾ കഥ ഉണ്ടാക്കണ്ടേ, അല്ലാണ്ട് വെറുതെ നമുക്ക് യൂത്ത് എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സ്റ്റിൽ ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഈ കാലത്തും എൻ്റെ അടുത്ത് ഓരോരുത്തർ വന്നിട്ട് പറയുന്നത് അതുപോലത്തെ സിനിമ ഉണ്ടാക്കുന്ന. പക്ഷേ ഓരോ കാലഘട്ടത്തിലാണല്ലോ ഓരോ സിനിമകൾ ഉണ്ടാവുക. ആ കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. ഇപ്പോൾ നിറം എന്ന് പറയുന്ന സിനിമയിൽ അന്നത്തെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദവും പ്രണയമൊക്കെയാണ് ആ സിനിമയിൽ വിഷയമായത്. ഇന്നിപ്പോൾ അതൊരു വിഷയമേ ആവേണ്ട കാര്യമില്ലല്ലോ. കാരണം വേറെ രീതിയിലാണ് സിനിമയെ ആൾക്കാർ കാണുന്നത്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ കാണുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെ സിനിമ എന്നുള്ള രീതിയിലാണ് യൂത്തിൻ്റെ സിനിമയായാലും അതല്ലെങ്കിൽ ക്യാമ്പസ് സിനിമയായാലും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ആ സിനിമയുടെ അവസാനത്തിൽ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ആ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്, ഒരു ബൊക്ക ഒരു വീടിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു സാധനം കാണിക്കാറുണ്ട്. അതിൻ്റെ അവസാനത്തിലൊരു കുട്ടി, അതിന് മുമ്പ് കുഞ്ചാക്കോ ബോബൻ ഒരു കൊച്ചിന് ഒരു ബൊക്ക കൊടുത്തിട്ട് അങ്ങ് പോകണമൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ. വെരി എൻഡിലും ആ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ ഒരു കുട്ടിക്ക് ബൊക്ക കൊടുക്കുമ്പോൾ ആ കുട്ടി ആ ബൊക്കയും വാങ്ങിച്ചുകൊണ്ട് അകത്തോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സർപ്രൈസായിട്ട് നമ്മൾ കാണിക്കുന്നത് ആ ടെറസിൽ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നത്. കാരണം ചാക്കോൻ്റെ ഹൃദയം കൊണ്ട് ആരാധിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണത്. പലതവണയായിട്ട് അത് നമ്മൾ സീനുകളിലൂടെ അതിൻ്റെ സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു അജ്ഞാതയായ പെൺകുട്ടി എന്നുള്ള രീതിയിൽ. അത് ചാക്കോ തെറ്റിദ്ധരിച്ചത് അത് മീര ജാസ്മിനാണെന്നുള്ളതാണ് അതിൻ്റെ ചാക്കോൻ്റെ ക്യാരക്ടർ അതിൻ്റെ ബിഗിനിങ്ങിലേക്ക് തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ അവസാനമാണ് അത് കാണുന്നത്, ലൈലയാണത് ചെയ്തത്. ലൈല എന്ന് പറഞ്ഞിട്ട് തമിഴിൽ അന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹീറോയിനാണ്. ഒരുപാട് സിനിമകളിൽ വലിയ ഹിറ്റ് സിനിമയിലെ ഹീറോയിനായിരുന്ന ലൈലയാണ് അതിൽ ആ ക്യാരക്ടർ അഭിനയിച്ചത്. അതൊരു സർപ്രൈസായിട്ട് ഓഡിയൻസിന് അത് കിട്ടുകയും ചെയ്തു. അപ്പോൾ ക്ലൈമാക്സിൽ അങ്ങനെ ഒരു സർപ്രൈസും കൂടി ആ സിനിമയിലുണ്ടായിരുന്നു. സ്വപ്നക്കൂട് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് സിനിമ തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഇവരുടെ എല്ലാവരുടെയും കോംബോയിൽ ഒരു സിനിമ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈഫിൽ പ്രധാനപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ സ്വപ്നക്കൂടിനെയും ചേർത്ത് വയ്ക്കുന്നത് എന്നുള്ളതാണ്.